നീ ഒന്നുകൂടെ തിരിച്ചു പോയിട്ടേ ഒന്നുകൂടെ വരണം. ആരും വന്നിട്ടില്ല കേട്ടോ. അടിപൊളി കോസ്റ്റ്യൂം, അടിപൊളി കോസ്റ്റ്യൂം. ഇവിടെ ഒരാള്, വേറൊരാള്, ട്വിൻസ്. ഓക്കെ, ചേച്ചിമാരുണ്ട്, കസിൻ അനിയന്മാരുണ്ട്, ഫാമിലിയിലല്ലേ, പിന്നെ കുറെ പേരൻസ് ട്വിൻസ് ആയിട്ട്. നിങ്ങൾ എന്തിനാ അയ്യോ പറയുന്നത്? നിങ്ങൾ കെട്ടറ പെണ്ണാണ് അയ്യോ പറയുന്നത്. അവളാണ് കഷ്ടപ്പെടുന്നത്. ഞങ്ങക്ക് തെറ്റിപ്പോയെന്ന്. എന്റെ തേർഡ് മൂവി, പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മൂവി. അപ്പൊ ഫസ്റ്റ് ഫിലിം ഏതായിരുന്നു? മഡ്ഡി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. മഡ്ഡിയിൽ ഹീറോയുടെ ടീനേജ് ക്യാരക്ടർ അഭിനയിച്ചു. അത് കഴിഞ്ഞ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറഞ്ഞ മൂവിയിൽ അതിലുണ്ടല്ലേ? അതിനകത്ത് ഞാൻ മൂന്നിലായിരുന്നു. അതില് നമ്മുടെ ഷൈൻ ചേട്ടന്റെ ആയിരുന്നു. ഷൈൻ ചേട്ടനുണ്ട്, അർജുന നാദിർഷൊക്കെ ഡയറക്ട് ചെയ്തു. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. വീഡിയോ ഇവിടെ ലിനൂസ് ഒരുങ്ങി അടിപൊളിയായി. ഈ ഹരിമുരളീരവം ഇങ്ങനെ മാത്രം പാടിയോ? വേറെ പാടാം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയ സുധാമയ മോഹന ഗാനം മധുമൊഴിരാതെ മധുമൊഴിരാതെ നിന്നെ തേടി ിരിക്കുന്ന ബിഗ് ബോസ് താരങ്ങൾ, നമ്മുടെ ആലപ്പുഴയിലെ സുഹൃത്തുക്കൾ, ആലപ്പുഴ പുറത്തുള്ള സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഇന്നത്തെ ഈവനിങ് സന്ധ്യയിലേക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ടും ലിനു പറയുന്ന മറ്റൊരാളാണ്. എന്റെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്കൊന്നും ഓരോ കാര്യം ചെയ്യുന്നതിൽ ലിനു ചോദിക്കാറില്ല എനിക്ക് വേണോ. എനിക്ക് സിജുവിന്റെ 4ാമത്തെ കല്യാണത്തിന് വരാൻ പറ്റില്ല. ഐ എം റിയലി സോറി. അപ്പോൾ പിന്നെ നമുക്ക് തുടങ്ങാം. സോ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതൊന്ന് കുനിഞ്ഞ് നിൽക്കാം. ഈ ഒരു പൊസിഷൻ നിൽക്കാം, തലയിടിക്കാറുണ്ട്. ഓക്കെ, റെഡി 1 2 3 തല. പിന്നെ രണ്ടാമത്തെ കാര്യം, തല വരുമ്പോൾ കുപ്പി പിടിച്ച് ഔട്ടാണ്. ഓക്കെ, സോ ഒന്നും കൂടെ. റെഡി 1 2 3 തല, മുട്ട്, വയറ്, തല, കുപ്പി. അറിയാം, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലെങ്കിലും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ അകത്ത് വെച്ചാണ്. നല്ല ഫ്രണ്ട്ഷിപ്പാണ്. സിജോട് പറഞ്ഞാൽ ഇത്രയും മാന്യനായ ഒരു വ്യക്തിയെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്റെ അനിയനാണ്. സുഹൃത്ത് എന്നുള്ളത് പറയുന്നതിനെക്കാട്ടും കൂടുതൽ പറയാൻ എന്റെ അനിയനാണ്. അപ്പം ഈ ഒരു റിലേഷന്റെ കാര്യം ഫസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും ഇത് എപ്പോ പൊട്ടു എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചേട്ടയുടെ സ്വഭാവം വെച്ച് ഞങ്ങൾ വിചാരിച്ചത്. എപ്പോ പൊട്ടോന്നും പറഞ്ഞാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ആളെ കണ്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ചേട്ടാനെ ഒതുക്കാൻ പറ്റുന്ന ഒരാളാണ് ചേട്ടൻ. ഞാൻ ഔട്ടായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും മഴ കിട്ടി എന്തിനാണെന്നറിയാം? സിജോയെ എന്താ അമ്മ കേറ്റാണ് അമ്മയാണ് കേട്ടത്. സിജോ എന്താ അമ്മ കേറ്റാണ് എന്നെ ഇരുത്തി പൊരിച്ചെന്നുള്ളതാണ്. അതേവട്ടും അതുപോലെ തന്നെ. നിനക്ക് എന്താ സിജോയെ കേറ്റാൻ കുഴപ്പം? മാറി തിരിഞ്ഞ് ഇവർക്ക് ഇതേ ചോദിക്കാൻ പറഞ്ഞില്ലേ? ഇവരിത് തന്നെ ഡെയിലി അമ്മയാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. ഏത്? ഓക്കെ ഓക്കെ ഓക്കെ. ഫിറോസ്ക, ഏത് സോങ്ങാ? എനിക്ക് ശരിക്കും സത്യമായിട്ട് എനിക്ക് പാടാറിയത്. 2 വരി പാടിയിട്ടേ വിടത്തു. ഇത് DSK ആയിട്ട് തന്നെ പറയണം, പാടിയിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞു 2 വരി പ്ലീസ്. ജാസ്മിൻ, இதயமொரு கண்ணாடி எனது பிம்பம் விழுந்ததடி நீதானே சொந்தம் இதயம் சொல்லுதடி
സോങ്ങാ പാടാൻ പോകുന്നത്? ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? അമ്പലപ്പുഴ. ആ, എന്റെ മോസ്റ്റ് ഫേവറേറ്റ് സോങ്. പിന്നെന്താ പാടാലോ, ഞാനും അങ്കിളും കൂടെ. ദേവേട്ടൻ പാടുന്നു എന്നാണ് പറയുന്നത്. മെയിലും ഫീമെയിലും കോസ്റ്റ്യൂംസ് ഉണ്ട്. പക്ഷെ ഒരു കിട്ടുകൂടി രണ്ട് കിടുപടി കൂടെ പാടും. തീർച്ചയായും നമ്മുടെ ദേവേട്ടനാക്കിയാണ് കഴിച്ചു. ഓക്കെ, പൊളി. ധൈര്യമായിട്ട് പാടി, ആരും ഇല്ലെങ്കിൽ ഞാൻ കേൾക്കാൻ. ഇല്ല, പറഞ്ഞോ, അല്ല പാടിക്കോ. ഡിജിയാണ്, സോറി സോറി സോറി. പാട് പാട്. ആരും കേൾക്കാത്ത പാട്ടൊന്നും പാടും. പോകുന്നു. ബായ് അല്ലേ ബഹൻ?